ഹലോ വെൽക്കം ബാക്ക് ടു റിജുവൻ PSK ടെലി ക്ലാസ്സസ്. ഇപ്പോൾ നമ്മൾ അയോണിക് ഇക്വിലിബ്രിയം എന്ന പോർഷനാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് pH കുറിച്ചായിരുന്നു. ഒരു ആസിഡിൻ്റെയോ ബേസിൻ്റെയോ pH വാല്യൂ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 10⁻⁻8 മോളാർ HCl ഉണ്ട്. ഓക്കെ, നമ്മളതിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്ട്രോങ് ആസിഡ് ആണ്. ഈ സ്ട്രോങ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ മൊളാരിറ്റി ഇപ്പോൾ 10⁻⁻8 ആണ്. ഇപ്പോൾ 10⁻⁻8 മോളാർ HCl നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ pH കാൽക്കുലേറ്റ് ചെയ്യാൻ പോകാം. ഇത് ഡിസോസിയേറ്റ് ചെയ്തു. ഇറ്റ് സ്പ്ലിറ്റ്സ് ഇൻടു H++ Cl-. ഓക്കെ, നമ്മൾ പറഞ്ഞു സ്ട്രോങ് ആസിഡ് നമ്മൾ എത്ര എമൗണ്ട് എടുക്കുന്നുണ്ടോ അത്ര എമൗണ്ട് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് എ സ്ട്രോങ് ആസിഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് H+ ഈസ് സിംപ്ലി ഈക്വൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ആസിഡ് ഇറ്റ് സെൽഫ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന H+ൻ്റെ കോൺസെൻട്രേഷൻ എത്ര തന്നെയാണ്? 10⁻⁻8 മോളാർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് pH is equal to minus of log concentration of H+. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മൈനസ് log 10⁻⁻8 that will be equal to 8. ഓക്കെ, നമ്മൾ എടുത്തത് എന്തായിരുന്നു? 10⁻⁻8 മോളാർ HCl ആണ്. പക്ഷെ നമുക്ക് കിട്ടിയ pH എന്താണ്? 8. നമ്മൾ നോർമലി പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസിൽ 7-നേക്കാളും കുറഞ്ഞ pH ആസിഡും 7-നേക്കാളും കൂടിയ pH ബേസ് എന്നാണ്. അപ്പോൾ അവിടെ 7-നേക്കാളും കൂടിയ pH കിട്ടിയിട്ടുണ്ട് 10⁻⁻8 മോളാർ HCl-ന്. ഓക്കെ, അപ്പോൾ അവിടുത്തെ കോൺസെപ്റ്റ് ഇതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയല്ല എന്ന് മനസ്സിലായി. ഇതല്ല എൻ്റെ ആക്ച്വലി pH 8 അല്ല. ഒരു ആസിഡ് നമ്മൾ എത്ര ഡൈല്യൂട്ട് ചെയ്താലും നെവർ ദ pH വിൽ ബി ബിയോണ്ട് 7. 7-നേക്കാളും കൂടില്ല. അപ്പോൾ ആക്ച്വലി കോൺസെപ്റ്റ് ഇതാണ്. ഇൻ ദ കേസ് ഓഫ് എ സ്ട്രോങ് ആസിഡ്, നമ്മളൊരു സ്ട്രോങ് ആസിഡ് എടുക്കുകയാണെങ്കിൽ concentration of H+ ions in the strong acid is equal to the concentration of H+ from the acid plus നമ്മൾ ഈ ആസിഡിനൊക്കെ സൊല്യൂഷൻ ആക്കി എടുക്കുമ്പോൾ സപ്പോസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷൻ, സൾഫ്യൂറിക് ആസിഡ് സൊല്യൂഷൻ, നൈട്രിക് ആസിഡ് സൊല്യൂഷൻ. സോ ആസിഡ് സൊല്യൂഷനിൽ ദേ ആർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. നമ്മൾ തന്നെ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് സൊല്യൂഷൻ ഉണ്ടാക്കുക. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ നോർമലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് 25 ഡിഗ്രി സെൽഷ്യസിൽ എന്നാണ് പറയുന്നത്. ആ 25 ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങളൊരു സബ്സ്റ്റൻസിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ വാട്ടർ ഇറ്റ് സെൽഫ് കണ്ടെയ്ൻസ് 10⁻⁻8 മോളാർ H+. ഓൾറെഡി വാട്ടറിനകത്ത് ഒരു 10⁻⁻7 മോളാർ H+ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കൺസിഡർ ചെയ്യണ്ടേ എന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ? ആസിഡിൽ നിന്ന് H+ കിട്ടി, വാട്ടറിൽ നിന്ന് H+ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രോങ് ആസിഡിൻ്റെ കാര്യത്തിൽ ഇൻ ദ കേസ് ഓഫ് എ സ്ട്രോങ് ആസിഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ ഇൻ ദ സൊല്യൂഷൻ, നമ്മൾ ആസിഡ് സൊല്യൂഷനിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ is equal to the concentration of H+ that is given by the acid plus concentration of H+ ions from water. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. ഒരു ആസിഡ് സൊല്യൂഷൻ്റെ H+ൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദ H+ ഗിവൺ ഫ്രം ബൈ ദി ആസിഡ് പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് H+ ദാറ്റ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം വാട്ടർ ആണ്. ഓക്കെ, പക്ഷേ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത പ്രോബ്ലത്തിലൊന്നും നമ്മൾ വാട്ടറിലെ H+ൻ്റെ കൺസിഡർ ചെയ്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 10⁻⁻2 മോളാർ HCl-ൻ്റെ pH കണ്ടുപിടിച്ചപ്പോൾ 10⁻⁻, ഇത് ഡിസോസിയേറ്റ് ചെയ്ത് H++ Cl-1 എഴുതി. ഇത് 10⁻⁻2 മോളാർ എന്നതിനെ എടുത്ത് നമ്മൾ pH is equal to 2 എന്ന് എഴുതി. റീസൺ ഇതാണ്, ഈ പറഞ്ഞ 10⁻⁻2 മോളാർ HCl നിന്ന് കിട്ടുന്ന H+ൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻2 മോളാറാണ്. ഓക്കെ, പക്ഷേ ആക്ച്വൽ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ ഇൻ ദ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു ഈ 10⁻⁻2 പ്ലസ് വാട്ടറിൽ നിന്ന് കിട്ടുന്ന 10⁻⁻7 ആണല്ലോ. പക്ഷേ ആസ് കമ്പയർ ടു 10⁻⁻2 ആസിഡിൽ നിന്ന് കിട്ടുന്ന 10⁻⁻2 മോളാർ H+ആയിട്ട് കമ്പയർ ചെയ്താൽ ദ H+ അയോൺ ഗിവൺ ബൈ ദ വാട്ടർ ഈസ് വെരി 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 ലെസ്. ദാറ്റ് ഈസ് ഇത് 10⁻⁻2ഉം ഇത് 10⁻⁻7ഉം. അപ്പോൾ നമ്മൾ ഒരു ഹൈ എമൗണ്ടിൻ്റെ കൂടെ വളരെ ചെറിയൊരു വാല്യൂ ആഡ് ചെയ്താലും വാല്യൂ ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡിന് വലിയ വ്യത്യാസം വരില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 10⁻⁻7 നെഗ്ലക്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെയും എല്ലാ സിറ്റുവേഷനും നമ്മൾ എന്താ ചെയ്യണേ? ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഒരു സ്ട്രോങ് ആസിഡിലെ H+ൻ്റെ കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു H+ ഫ്രം ദ ആസിഡ് പ്ലസ് H+ ഫ്രം ദി വാട്ടർ. അപ്പോൾ നമുക്കതിങ്ങനെ ഇങ്ങനെ ജനറലൈസ് ചെയ്യാം. ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ഇസ് ലെസ് ദാൻ 10⁻⁻6, ഒരു ആസിഡിൽ
അല്ലെ ആസിഡിൻ്റെ നമ്മൾ ഏത് ആസിഡാണോ കൺസിഡർ ചെയ്യുന്നത് ആ ആസിഡിലെ H+ൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻6 മോളാറിനേക്കാളും കുറവാണെങ്കിൽ H+ അയോൺ ഫ്രം വാട്ടർ കെൻ നോട്ട് ബി നെഗ്ലെക്റ്റഡ്. ഇപ്പോൾ രണ്ട് കണ്ടീഷൻ 10⁻⁻6 മോളാറിനേക്കാളും കൂടുതലാണെങ്കിൽ H+ ഫ്രം വാട്ടർ H+ അയോൺ ഫ്രം വാട്ടർ ക്യാൻ ബി നെഗ്ലെക്റ്റഡ്. പോയിന്റ് പിടികിട്ടിയല്ലോ. നമ്മളെടുക്കുന്ന ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻6 മോളാറിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് വാട്ടറിൽ നിന്ന് കിട്ടുന്ന 10⁻⁻7 മോളാർ H+ നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, പക്ഷേ ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ഈസ് ലെസ് ദാൻ 10⁻⁻6 ദെൻ കോൺസെൻട്രേഷൻ ഓഫ് H+ ഫ്രം വാട്ടർ കെൻ നോട്ട് ബി നെഗ്ലെക്റ്റഡ്. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് pH കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കാം. നമുക്ക് നമ്മളെടുത്ത H+ൻ്റെ കോൺസെൻട്രേഷൻ എത്ര, ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻8 മോളാർ ആണ്. ഓക്കെ, അപ്പോൾ 10⁻⁻8 മോളാർ HCl നിന്ന് 10⁻⁻8 മോളാർ തന്നെ H+ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ H+ അയോൺ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു 10⁻⁻8 ഫ്രം HCl പ്ലസ് 10⁻⁻7 ഫ്രം വാട്ടർ. നമുക്ക് മനസ്സിലായി 10⁻⁻7 10⁻⁻8 രണ്ടും കമ്പയറബിൾ ആണ്. അപ്പോൾ 10⁻⁻7 നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, 10⁻⁻7 കുറവാണ് ഇപ്പോൾ ആസിഡിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ വാട്ടറിലെ H+ കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് പവേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ലീസ്റ്റ് നമ്പർ കോമൺ ഫാക്ടർ എടുക്കും. 10⁻⁻8 കോമൺ ഫാക്ടർ എടുത്താൽ ഇവിടെ 1 + 10 that will be 11. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ ഇൻ ദിസ് സൊല്യൂഷൻ 10⁻⁻8 മോളാർ HCl, ആ സൊല്യൂഷനിലെ ആക്ച്വൽ H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു 11 × 10⁻⁻8 ആണ്. ക്ലിയർ? 11 × 10⁻⁻8. നമുക്കിതിൻ്റെ pH കാൽക്കുലേറ്റ് ചെയ്യാം. pH is equal to minus of log concentration of H+. This is the total amount of H+ present in that solution. Clear അല്ലേ? log 11 × 10⁻⁻8. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് മൈനസ് ലോഗ് എക്സ് ഇൻറ്റു 10⁻⁻y എന്ന് വന്നാൽ നമ്മളത് എങ്ങനെ എഴുതും? y minus log x. So this is simply equal to 8 minus log 11. Okay, log 11 is equal to 1.04. അത് നിങ്ങൾ ഇങ്ങനെ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ മനസ്സിലായിക്കോളും. log 11 1.04. So it is 8 minus 1.04. It is equal to 6.96. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. 10⁻⁻8 മോളാർ HClൻ്റെ pH എന്താണ്? 6.9. It is nearly equal to 7. Even then it is less than 7 since it is acid. ഓക്കെ, അപ്പോൾ ഈ കാര്യം കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇതുപോലെ തന്നെ നമ്മൾ ബേസ് എടുക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, ഇഫ് യു ആർ കൺസിഡറിങ് 10⁻⁻7 മോളാർ NaOH, 10⁻⁻7 മോളാർ NaOH നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടുന്ന് pH എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുക POH ആണ്. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് in the solution is equal to concentration of OH minus from the base plus concentration of OH minus from water. Okay, അപ്പോൾ 10⁻⁻7 plus 10⁻⁻7. Clear ആണല്ലോ? This 10⁻⁻7 is the concentration of OH minus from NaOH. ഇത് 10⁻⁻7 molar OH minus 25 degrees Celsiusൽ വാട്ടറിനകത്ത് 10⁻⁻7 മോളർ H+ഉം 10⁻⁻7 മോളർ തന്നെ OH മൈനസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? 10⁻⁻7 plus 10⁻⁻7. This is equal to 2 × 10⁻⁻7. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് POH കാൽക്കുലേറ്റ് ചെയ്യുക. POH is equal to minus of log 2 × 10⁻⁻7. It is equal to 7 minus log 2. ഓക്കെ, 7 minus log 2. log 2 എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു log 2ൻ്റെ വാല്യൂ 0.3 ആണ്. സോ ഇറ്റ് ഈസ് 7 minus 0.3, ദാറ്റ് ഈസ് 6.7. ഇത് POH ആണ്. ഓക്കെ, ദെൻ pH is equal to 14 minus POH. So definitely that will be greater than 7. ഓക്കെ, അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്ത കാര്യം ഇതാണ്. ഒരു സ്ട്രോങ് ആസിഡ് നമ്മൾ അങ്ങനെ കുറച്ച് കാറ്റഗറി പറയാം നമുക്ക്.
ഓക്കെ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ സമ്മറൈസ് ചെയ്യാൻ പോകും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പി എച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. പി എച്ച് സ്കെയിലിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് കാറ്റഗറി, ഇഫ് യു ഹാവ് എ സ്ട്രോങ് ആസിഡ്. In the case of strong acid, you can say concentration of H plus ion, that is solution la total number of H plus ennu parnal it is equal to concentration of H plus ion that you are getting from the acid plus concentration of H plus ion that you are getting from water. Okay, then അവിടെ നിന്ന് പി എച്ച് കാൽക്കുലേറ്റ് ചെയ്യുക, രണ്ടും ആഡ് ചെയ്തിട്ട് ആൻസർ കിട്ടും. അതിന് നെഗറ്റീവ് ലോഗ് എടുത്താൽ പി എച്ച് ആയി. സെക്കൻഡ് കാറ്റഗറി, ഇൻ ദ കേസ് ഓഫ് എ സ്ട്രോങ് ബേസ്. ഇപ്പോൾ ബേസ് നമുക്ക് എന്താ കിട്ടുക? OH മൈനസ്. കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്, that is total number of OH minus in the solution, will be equal to concentration of OH minus that we are obtaining from the base plus water നിന്ന് കിട്ടുമല്ലോ OH minus, concentration of OH minus that we are getting from water. ഇങ്ങോട്ട് രണ്ട് കാര്യങ്ങൾ ഓർക്കുക. എടുക്കുന്ന ആസിഡിൻ്റെയോ ബേസിൻ്റെയോ കോൺസെൻട്രേഷൻ 10⁻⁻⁶ കൂടുതലാണെങ്കിൽ, if the concentration of acid or base taken is greater than 10⁻⁻⁶ molar, then concentration of H plus or concentration of OH minus from water can be neglected. ഓക്കെ, അപ്പോൾ ഈ പോർഷൻ ഉണ്ടാവില്ല, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്ട്രോങ് ആസിഡ് എങ്ങനെയാണ്, സ്ട്രോങ് ബേസ് എങ്ങനെയാണെന്ന് മനസ്സിലായി. നമ്പർ 3, ഇൻ ദ കേസ് ഓഫ് വീക്ക് ആസിഡ്, അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വീക്ക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? Concentration of H plus is equal to C alpha, or it is again equal to square root of Ka into C, or it is again equal to Ka by alpha. Okay, അപ്പോൾ നമുക്ക് സാധാരണ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണാറ് ഇതാണ്. ഓക്കെ, Ka into C. ഇത് വെച്ച് നമ്മൾ പി എച്ച് കണ്ടുപിടിക്കണമെങ്കിൽ പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് സ്ക്വയർ റൂട്ട് ഓഫ് Ka into C. ഓക്കെ, അപ്പോൾ ഇവിടെ ലോഗിൻ്റെ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ലോഗ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/2 ലോഗ് എക്സ് ആണ്. ഓക്കെ, ലോഗ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്. നമ്മൾ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ടിൻ്റെ ലോഗ് കണ്ടുപിടിക്കാൻ പോവുകയാണെങ്കിൽ ആ നമ്പറിൻ്റെ ലോഗ് കണ്ടുപിടിക്കുക, എന്നിട്ട് തന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ലോഗ് റൂട്ട് വൈ എന്ന് പറഞ്ഞാൽ 1/2 ലോഗ് വൈ. ക്ലിയർ ആണല്ലോ? ലോഗ് റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു 1/2 ലോഗ് എക്സ്. നിങ്ങൾ മാത്സിലാണ് സാധാരണ ലോഗ് പഠിക്കാറ്. അപ്പോൾ ഈ കംപ്ലീറ്റ് തിയറങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാത്സിൽ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ലോഗ് റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു 1/2 ലോഗ് എക്സ്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ലോഗ് എടുക്കുകയാണെങ്കിൽ മൈനസ് ലോഗ് Ka ഇൻറ്റു സി ഇറ്റ് ഈസ് ഈക്വൽ ടു ഒരു മൈനസ് പുറത്തുണ്ട്, ലോഗ് റൂട്ട് Ka ഇൻറ്റു സി എന്നല്ലേ. ദാറ്റ് ഈസ് ലോഗ് 1/2 എടുക്കേണ്ടി വരും. 1/2 ഇൻറ്റു ലോഗ് Ka ഇൻറ്റു സി. ലോഗ് Ka ഇൻറ്റു സി നമുക്ക് ലോഗ് Ka പ്ലസ് ലോഗ് സി എന്ന് എടുക്കേണ്ടി വരും. ആ റൂൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ലോഗ് എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നാണ്. രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ രണ്ടുപേരുടെയും ലോഗ് എടുത്ത് ആഡ് ചെയ്യുക. അപ്പോൾ പ്രോഡക്റ്റ് എടുക്കേണ്ടി വരും, ഹാഫ് എടുക്കേണ്ടി വരും. അപ്പോൾ ഹാഫ് ഇൻറ്റു എന്താണ് ഇവിടെ Ka ലോഗ് Ka പ്ലസ് ലോഗ് സി. ഈ മൈനസും കാര്യങ്ങളൊക്കെ ഞാൻ ബ്രാക്കറ്റിനകത്ത് കൊടുത്ത് എഴുതുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മൈനസ് ലോഗ് Ka എന്തായി Pka. ക്ലിയർ അല്ലേ? ഒരു 1/2 പുറത്തുണ്ട് കേട്ടോ. 1/2 ഇൻറ്റു മൈനസ് ഉള്ളിലേക്ക് പോയി, മൈനസ് ലോഗ് Ka എന്ന് പറഞ്ഞ സാധനം എന്തുവാ? Pka. ഓക്കെ, മൈനസ് ലോഗ് സി. ഇത് ജസ്റ്റ് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വന്നോളും. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഇൻ ദ കേസ് ഓഫ് സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ബേസ്, വീക്ക് ആസിഡ്. ഇതുമാതിരി തന്നെയാണ് വീക്ക് ബേസിനും കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇപ്പോൾ സ്ട്രോങ് ആസിഡായി, സ്ട്രോങ് ബേസായി, സ്ട്രോങ് ആസിഡായി, സ്ട്രോങ് ബേസായി, വീക്ക് ആസിഡായി. വീക്ക് ബേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് വി ആർ കൺസിഡറിങ് മിക്സ്ചർ ഓഫ് ആസിഡ്സ്. നമ്മൾ ഡിഫറെൻറ്റ് ആസിഡ്സിൻ്റെ മിക്സ്ചർ കൺസിഡർ ചെയ്യാൻ പോവുക. ദാറ്റ് ഈസ് ഇപ്പോൾ നമ്മൾ 250 ml 0.1 മോളാർ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്ലസ്
ഒരു 300 ml 0.2 മോളാർ HNO3 ഈ രണ്ടും കൂടെ മിക്സ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് സ്ട്രോങ് ആസിഡ്സിനെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് വോളിയം, ഡിഫറെൻറ്റ് മൊളാരിറ്റി. മിക്സ് ചെയ്യുമ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടുമല്ലോ, ആ സൊല്യൂഷൻ്റെ pH ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ 250 ml 0.1 മോളർ HCl 300 ml 0.2 മോളർ HNO3 കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൊല്യൂഷൻ്റെ pH ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സൊല്യൂഷനിൽ ടോട്ടൽ എത്ര H+ ഉണ്ടെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന H+ എത്രയായിരിക്കും? 250 ml ഇൻറ്റു 0.1 നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഈ ആസിഡിൽ നിന്ന് കിട്ടുന്ന നമ്പർ ഓഫ് മോൾ എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റേഴ്സ്, ദാറ്റ് വിൽ ബി N1. ഓക്കെ അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു വോളിയം. ഈ ആസിഡിൽ നിന്നും കിട്ടില്ല കുറേ H+ അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റേഴ്സ്. പക്ഷെ ഒരു ചെറിയ കാര്യം കൂടെ ഓർക്കുക, ഇവിടെ നിന്ന് കിട്ടുന്ന ആസിഡിൽ നിന്ന് 0.1 മോളാർ HCl നിന്ന് 0.1 മോളാർ H+ ആ കിട്ടുക. ഓക്കെ, നമ്മളെപ്പോഴും ആസിഡിൻ്റെയും ബേസിൻ്റെ ഒക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രോബ്ലം നോർമാലിറ്റീൻ്റെ ടേംസ് ചെയ്യുന്നതായിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. 0.1 മോളാർ H2SO4 എടുത്തു വിചാരിക്കും. ഐ ഹാവ് ടേക്കൺ 0.1 മോളാർ H2SO4. ഇതിൽ നിന്ന് കിട്ടുന്ന H+ൻ്റെ എമൗണ്ട് എത്രയാണ്? 0.2 മോളാർ H2SO4 H+ അല്ലേ? അത് മനസ്സിലാക്കിക്കോളൂ അല്ലേ? 0.1 മോളാർ H2SO4 ഡിസോസിയേറ്റ് ചെയ്താൽ 2 H2SO4 ഡിസോസിയേറ്റ്സ് ഇൻറ്റു 2H++ SO4 2-. ക്ലിയർ? അപ്പോൾ ഒരു H2SO4 നമുക്ക് 2 H+ ആണ് കിട്ടുക. അപ്പോൾ 0.1 മോളാർ H2SO4നെയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ 0.1 മോളാർ H2SO4 നമുക്ക് 0.2 മോളാർ H+ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ എടുത്ത ആസിഡിൻ്റെ മൊളാരിറ്റിയും കിട്ടിയ H+ൻ്റെ മൊളാരിറ്റിയും ഡിഫറെൻ്റ് ആണ്. എടുത്ത ആസിഡ് എത്രയാണ്? 0.1 മോളാർ H2SO4 കിട്ടിയ H+ 0.2 മോളാറാ. ഓക്കെ, ഈ മൊളാരിറ്റിനെ നിങ്ങൾ നോർമാലിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്തോ. 0.1 മോളാർ സൾഫ്യൂറിക് ആസിഡ്, അത് 0.2 നോർമൽ അല്ലേ? നോർമാലിറ്റി 0.2 ആയി. ബിക്കോസ് നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു N ഫാക്ടർ. നിങ്ങൾ ബേസിക് കോൺസെപ്റ്റിലും അതുപോലെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു N ഫാക്ടർ. ഇൻ ദ കേസ് ഓഫ് സൾഫ്യൂറിക് ആസിഡിൻ്റെ ബേസിസിറ്റി 2 ആണ്, ദാറ്റ് ഈസ് N ഫാക്ടർ 2 ആണ്. അപ്പോൾ 0.1 മോളാർ സൾഫ്യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 0.2 നോർമൽ സൾഫ്യൂറിക് ആസിഡാണ്. ഓക്കെ, ആ 0.2 നോർമൽ സൾഫ്യൂറിക് ആസിഡിൽ നിന്ന് 0.2 നോർമൽ H+ അല്ലേ കിട്ടുക? ബിക്കോസ് H+ൻ്റെ N ഫാക്ടർ 1 ആണ്. H+ എന്ന് എഴുതുന്നത്. അപ്പോൾ H+ൻ്റെ N ഫാക്ടർ 1 ആണ്. നോർമാലിറ്റി മൊളാരിറ്റി ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ 0.2 മോളാർ H+ എന്ന് പറഞ്ഞാൽ 0.2 മോളാർ നോർമൽ H+ ആ. ഇനി നോക്കിക്കോ, എടുത്ത ഇത് സൾഫ്യൂറിക് ആസിഡാണ്, ഇത് H+ ആ. അപ്പോൾ 0.2 നോർമൽ സൾഫ്യൂറിക് ആസിഡിൽ നിന്ന് എത്ര നോർമൽ H+ കിട്ടിയിട്ടുണ്ട്? 0.2. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മൊളാരിറ്റീൻ്റെ ടേമിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ആപ്റ്റായിട്ടുള്ള മെത്തേഡ് നോർമാലിറ്റിൻ്റെ ടേമിൽ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എന്ന് വെച്ചാൽ, എടുക്കുന്ന ആസിഡില്ലേ, ആ ആസിഡിൻ്റെ മൊളാരിറ്റീനെ അതിൻ്റെ N ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ആസിഡിൻ്റെ ദാറ്റ് ഈസ് ആ ആസിഡിൽ നിന്ന് കിട്ടുന്ന H+ൻ്റെ കോൺസെൻട്രേഷൻ ആവുക. ഇതുപോലെ തന്നെ ദാറ്റ് ഈസ് 0.1 മോളാർ സൾഫ്യൂറിക് ആസിഡിൽ നമുക്ക് 0.2 മോളാർ H+ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോസ്ഫോറിക് ആസിഡ് പെട്ടെന്ന് നമ്മളിങ്ങനെ എഴുതി ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക ആ തന്നിക്കുന്ന മൊളാരിറ്റിനെ നേരെ നോർമാലിറ്റിയോട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലംസിലൊക്കെ നോർമാലിറ്റിയുടെ ടേമിലാണ് പറയാം. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന നമ്പർ ഓഫ് ഇക്വലൻസ് എത്രയായിരിക്കും? N1 ഇൻറ്റു മൊളാരിറ്റിക്ക് പറഞ്ഞാൽ നോർമാലിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോർമാലിറ്റി ഇൻറ്റു വോളിയം. ഇവിടെ നിന്ന് കിട്ടുന്ന നമ്പർ ഓഫ് ഇക്വലൻസ് എത്രയായിരിക്കും? നമ്പർ ഓഫ് ഇക്വലൻസ് ഇസ് ഈക്വൽ ടു N ഇൻറ്റു V. ഇതാണ് ഇത് N1 V1, ഇവിടുത്തത് N2 V2. അപ്പോൾ ടോട്ടൽ എത്രയാണ്? ഇവിടുന്ന് കിട്ടിയത് N1 V1, ഇവിടുന്ന് കിട്ടിയതോ N2 V2. അപ്പോൾ രണ്ട് പേരിൽ നിന്നും കിട്ടുന്ന ഇത് H+ൻ്റെ എമൗണ്ട് ആണ്, ഇവിടുന്ന് കിട്ടുന്നത് H+ൻ്റെ എമൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ആ സൊല്യൂഷനിനകത്തുള്ള ടോട്ടൽ H+ൻ്റെ
കോൺസെൻട്രേറ്റ് amount എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇവിടുന്ന് ഇപ്പോൾ എത്ര ഈക്വലൻ്റ് കിട്ടിയിട്ടുണ്ട്? N1V1 N1V1 പ്ലസ് ഇവിടുന്ന് കിട്ടിയിരിക്കുന്നത് N2V2 ഡിവൈഡഡ് ബൈ ഇതിപ്പോൾ നമ്പർ ഓഫ് ഈക്വലൻസ് ഓഫ് H പ്ലസ് നമ്പർ ഓഫ് ഈക്വലൻസ് ഓഫ് H പ്ലസ്. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലൻസ് ഓഫ് H പ്ലസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോർമാലിറ്റി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ആവാണ്ട്, അപ്പോൾ അത് നമുക്ക് വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. V1 പ്ലസ് V2. ഇതൊന്ന് ഓർക്കുക, മനസ്സിലായോ? അതായത് രണ്ട് ഡിഫറെൻറ്റ് ആസിഡ്സിന് ആ രണ്ട് ഡിഫറെൻറ്റ് ആസിഡും സ്ട്രോങ് ആസിഡാണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ മിക്സ്ചർ ഓഫ് ആസിഡിൻ്റെ pH എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് ബോത്ത് ആർ സ്ട്രോങ് ആസിഡ്സ്. രണ്ടുപേരും സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ, അപ്പോൾ രണ്ടുപേരും സ്ട്രോങ് ആസിഡാണ്. ദാറ്റ് ഈസ് നമ്മൾ രണ്ട് സ്ട്രോങ് ആസിഡ്സിൻ്റെ സൊല്യൂഷൻ മിക്സ് ചെയ്യാൻ പോവുക. അങ്ങനെ മിക്സ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷനിലെ H പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ വിൽ ബി ഈക്വൽ ടു N1V1 പ്ലസ് N2V2 ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2 ആണ്. That is normality of the first acid into volume of the first acid plus normality of the second acid into volume of the second acid divided by total volume. That will give you the concentration of H plus in that particular solution or that particular mixture. അപ്പോൾ നമുക്ക് അതിൻ്റെ pH എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ്. ഓക്കെ, അപ്പോൾ രണ്ട് സ്ട്രോങ് ആസിഡ്സിൻ്റെ ടു ഡിഫറെൻറ്റ് സ്ട്രോങ് ആസിഡ്സിൻ്റെ മിക്സ്ചറിൻ്റെ pH കാൽക്കുലേറ്റ് ചെയ്യണം. ഇങ്ങനെയാണ്. ദെൻ ഇതുപോലെ തന്നെയാണ് സ്ട്രോങ് ബേസും. രണ്ട് സ്ട്രോങ് ബേസിൻ്റെ സൊല്യൂഷൻ്റെ pH കാണാൻ പറഞ്ഞാൽ ഇവിടെ H പ്ലസിന് പകരം നമ്മൾ എന്ത് ചെയ്യും? OH മൈനസ് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ മിക്സ്ചർ ഓഫ് ആസിഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് ബേസിന് കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചോളൂ. ഇപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഇഫ് ഇറ്റ് ഈസ് എ സ്ട്രോങ് ബേസ്, then concentration of OH minus is equal to N1V1 plus N2V2 divided by V1 plus V2. That is, if it is a mixture of two strong bases, മൂന്ന് strong acid ഉണ്ടെങ്കിലോ N1V1 plus N2V2 plus N3V3. അപ്പോൾ എത്ര ആസിഡ്സ് ഉണ്ടോ ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് ഇക്വലൻസ് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസ് ആയി അതിനെ വോളിയം കൂടി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ N1V1 plus N2V2 plus N3V3 ഡിവൈഡ് ബൈ V1 plus V2 plus V3. ദാറ്റ് വിൽ ഗിവ് യു ദ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ്. അതിനെ നെഗറ്റീവ് ലോഗ് എടുക്കുക. ബേസ് അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ രണ്ട് സ്ട്രോങ് ആസിഡിൻ്റെ ദാറ്റ് ഈസ് സൊല്യൂഷൻ്റെ pH കണ്ടുപിടിക്കാൻ നമുക്കറിയാം. രണ്ട് സ്ട്രോങ് ബേസിൻ്റെ സൊല്യൂഷൻ്റെ pH കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഒരു ആസിഡ് സ്ട്രോങ്ങും മറ്റേ ആസിഡ് വീക്കും ആണെന്ന് വിചാരിക്കാം. അപ്പോൾ മിക്സ്ചർ ഓഫ് ആസിഡ് തന്നെയാണ്. ഇത് സെക്കൻഡ് ഓപ്ഷൻ, ഒരു സ്ട്രോങ് ആസിഡ് പ്ലസ് എ വീക്ക് ആസിഡ്. അപ്പോൾ മിക്സ് ചെയ്യുന്ന രണ്ട് ആസിഡിൽ ഒന്ന് സ്ട്രോങ് ആസിഡും മറ്റത് വീക്ക് ആസിഡാണ്. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇൻ ദ മിക്സ്ചർ, ആ രണ്ടുപേരുടെ മിക്സറിലെ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കോ. HA സ്ട്രോങ് ആസിഡാ, ഹാവിങ് കോൺസെൻട്രേഷൻ C1. വേറൊരു ആസിഡ് HB, ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ഇതിപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡും ഇത് വേണമെങ്കിൽ അസിഡിക് ആസിഡും എടുത്തോളൂ. ഒരു സ്ട്രോങ് ആസിഡും ഒരു വീക്ക് ആസിഡും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ C1, ഇതിൻ്റെ കോൺസെൻട്രേഷൻ C2. അപ്പോൾ ഇതിൻ്റെ 0.2 മോളാറും ഇതിൻ്റെ 0.3 മോളാറും മിക്സ് ചെയ്യണമെന്ന് വിചാരിക്കുക. This is strong acid and this one is a weak acid. Okay, അപ്പോൾ weak acid നമുക്ക് വേറൊരു സംഭവം കൂടി ഉണ്ട്. എന്താണ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഓക്കെ, എടുക്കുന്ന അമൗണ്ട് കംപ്ലീറ്റ് അത് ഡിസോസിയേറ്റ് ചെയ്യില്ല, ഒരു പർട്ടിക്കുലർ അമൗണ്ട് മാത്രമേ ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ. ആ ചെയ്യുന്ന അമൗണ്ടിനെ ഡിനോട്ട് ചെയ്യുന്ന സംഭവമാണ് ആൽഫ. അപ്പോൾ ഇത് C1, ഇതെന്താണ്? C2. അപ്പോൾ C1 കോൺസെൻട്രേഷൻ ഉള്ള സ്ട്രോങ് ആസിഡിനെയും C2 കോൺസെൻട്രേഷനുള്ള വീക്ക് ആസിഡിനെയും ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. ആ വീക്ക് ആസിഡിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എത്ര H പ്ലസ് കിട്ടും? C1 അല്ലേ? 0.2 മോളർ HCl നിന്ന് എത്ര മോളർ H പ്ലസ് കിട്ടിയിട്ടുണ്ട്? 0.2 തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ H പ്ലസ് ഫ്രം ദ മിക്സ്ചർ ഇസ് ഈക്വൽ ടു C1 പ്ലസ് വീക്ക് ആസിഡിൻ്റെ കാര്യത്തിൽ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇസ് ഈക്വൽ ടു എന്താണ്? C ആൽഫ. അപ്പോൾ C1 പ്ലസ് C2 ഇൻറ്റു ആൽഫ, where C1 is the molarity or concentration of the first acid. Okay, better you can take in terms of normality. Plus C2 is the
normality of H, the second acid, into alpha is the degree of dissociation. അപ്പോൾ ഒരു സ്ട്രോങ് ആസിഡിൻ്റെയും വീക്ക് ആസിഡിൻ്റെയും മിക്സറിനകത്തുള്ള H പ്ലസിൻ്റെ amount കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? C1 plus C2 into alpha. C1 is the concentration of the strong acid, C2 is the concentration of the second acid, that is weak acid, having degree of dissociation alpha. Okay? ഇതുപോലത്തെ നമുക്ക് ബേസും എഴുതാം. ഒരു സ്ട്രോങ് ബേസും ഒരു വീക്ക് ബേസും കൂടെ മിക്സ് ചെയ്താൽ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഇസ് ഈക്വൽ ടു പല വേറെ പ്രത്യേകിച്ചൊന്നും ഇനിയില്ല നമുക്ക് പറയാൻ. 3, രണ്ടുപേരും വീക്ക് ആസിഡ് ആണോ ചോദിക്കാം. എ വീക്ക് ആസിഡ് പ്ലസ് എ വീക്ക് ആസിഡ്, രണ്ട് വീക്ക് ആസിഡിനെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇത് സ്ട്രോങ് ആണെന്ന് പറഞ്ഞു, ഇപ്പോൾ എന്താണിത്? വീക്കാണ്, രണ്ടുപേരും വീക്കാണ്. അപ്പോൾ രണ്ടുപേർക്കും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഉണ്ടാവും. ലെറ്റ് ഇറ്റ് ബി ആൽഫ 1, ലെറ്റ് ഇറ്റ് ബി ആൽഫ 2. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എന്താണ്? C1 ഇൻറ്റു ആൽഫ 1. ഇവിടുത്തെ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് C2 ഇൻറ്റു ആൽഫ 2. അപ്പോൾ മിക്സറിനകത്ത് ടോട്ടൽ എത്ര H പ്ലസ് ഉണ്ടാവും? H പ്ലസ് ഇൻ ദ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു C1 alpha 1 plus C2 alpha 2. Okay? This is in terms of C1 and alpha. ഇനി K തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? C1 into ആൽഫയ്ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? Again concentration of H plus is equal to square root of Ka1 into C1 plus Ka2 into C2. ഓൾറെഡി നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇൻ ദ കേസ് ഓഫ് വീക്ക് ആസിഡ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇസ് ഈക്വൽ ടു C ആൽഫ അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് K ഇൻറ്റു C. അപ്പോൾ Ka1 ഇൻറ്റു C1 പ്ലസ് Ka2 ഇൻറ്റു C2. ദിസ് ഈസ് ദ ടോട്ടൽ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇൻ ദ സൊല്യൂഷൻ ഓഫ് 2 വീക്ക് ആസിഡ്സ്. ഓക്കെ, രണ്ടുപേരും വീക്ക് ബേസ് ആണെങ്കിലോ H പ്ലസിന് പകരം OH മൈനസ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് POH കാൽക്കുലേറ്റ് ചെയ്തിട്ട് pH കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരു സ്ട്രോങ് ആസിഡിൻ്റെ pH എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഒരു വീക്ക് ആസിഡിൻ്റെ pH എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഒരു സ്ട്രോങ് ബേസിൻ്റെ pH എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഒരു വീക്ക് ബേസിൻ്റെ pH എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ മിക്സ്ചർ ഓഫ് ആസിഡ്സിൻ്റെ അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് ബേസിൻ്റെ pH എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അവിടെ 3 ഓപ്ഷൻസ് വരും. രണ്ടുപേരും സ്ട്രോങ് ആവാം, രണ്ടുപേരും വീക്ക് ആവാം, ഒരാൾ സ്ട്രോങ്ങും ഒരാൾ വീക്ക് ആവാം. അപ്പോൾ ഓരോ സിറ്റുവേഷൻസിലും നമ്മൾ എങ്ങനെ H പ്ലസ് കാൽക്കുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ OH മൈനസ് കാൽക്കുലേറ്റ് ചെയ്യും എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ചില ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും. നമ്മളിപ്പോൾ മിക്സ്ചർ ഓഫ് ആസിഡ്സാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ V1 ml ആസിഡ് ഹാവിങ് നോർമാലിറ്റി N1, V2 ml ആസിഡ് ഹാവിങ് നോർമാലിറ്റി N2 മിക്സ് ചെയ്തു വിചാരിക്കും. അപ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? V1N1 പ്ലസ് V2N2 ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആ സൊല്യൂഷനകത്തുള്ള H പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടും. എന്നിട്ട് തന്നെ നെഗറ്റീവ് കൊടുക്കും. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒരു സൊല്യൂഷൻ ഉണ്ട് ഹാവിങ് pH വാല്യൂ 3. എ സൊല്യൂഷൻ ഹാവിങ് pH വാല്യൂ 3 ഈസ് മിക്സ്ഡ് വിത്ത് എ സൊല്യൂഷൻ ഹാവിങ് pH വാല്യൂ 5. ഓക്കെ, രണ്ടുപേരുടെയും ഈക്വൽ വോളിയം മിക്സ് ചെയ്തു. അപ്പോൾ pH വാല്യൂ 3 ഉള്ള pH വാല്യൂ 5 ഉള്ള രണ്ട് ഡിഫറെൻറ്റ് pH വാല്യൂ ഉള്ള രണ്ട് സൊല്യൂഷൻസിൻ്റെ ഈക്വൽ വോളിയം മിക്സ് ചെയ്ത് ഞാനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ pH ഓഫ് ദി സൊല്യൂഷൻ? ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഈക്വൽ വോളിയംസ് ഓഫ് 2 സൊല്യൂഷൻസ് ഹാവിങ് pH വാല്യൂ 3 ആൻഡ് pH വാല്യൂ 5 ആർ മിക്സ്ഡ്. വാട്ട് ഈസ് ദ pH ഓഫ് ദ റിസൾട്ടൻറ്റ് സൊല്യൂഷൻ? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒരു സൊല്യൂഷൻ്റെ pH വാല്യൂ 3 ആണെങ്കിൽ അതിൽ H പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എത്രയായിരിക്കും നമുക്കറിയാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇഫ് pH വാല്യൂ ഈക്വൽ ടു 3 ദാറ്റ് ഇംപ്ലൈസ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇസ് 10⁻³ മോളാർ. ഓക്കെ, ആൻഡ് ഇഫ് ദ pH വാല്യൂ ഇസ് 5 then concentration of H plus is equal to 10⁻⁻5 മോളാർ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ H പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻3, ഇവിടുത്തെ H പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻5. ഈ രണ്ടുപേരുടെയും ഈക്വൽ വോളിയം അല്ലേ മിക്സ് ചെയ്തേ? അതായത് ഇതിൻ്റെ VML-ഉം അല്ലെങ്കിൽ V ലിറ്ററും ഇതിൻ്റെ V ലിറ്ററും, അതിൻ്റെ 1 ലിറ്ററും ഇതിൻ്റെ 1 ലിറ്ററും വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര H പ്ലസ് ആയി? 10⁻⁻3 പ്ലസ് 10⁻⁻5. പക്ഷെ ഒരു കാര്യം ഓർക്കണം,
നിങ്ങൾ ഈ സൊല്യൂഷനെയും കൂടെ മിക്സ് ചെയ്തു. At present, what is the molarity of the solution? 10 raised to minus 3. Okay? അപ്പോൾ ഈ സൊല്യൂഷനിലുള്ള H+ൻ്റെ കോൺസെൻട്രേഷൻ ആഫ്റ്റർ മിക്സിങ് ഹാഫ് ആവും. എന്താ കാരണം? Molarity is equal to number of moles by volume. ഓക്കെ, ഇതിൻ്റെ അങ്ങനെ വോളിയം സ്പെസിഫിക് ആയിട്ട് നോക്കിക്കോ. അപ്പോൾ ഇതിൻ്റെ 1 ലിറ്ററും ഇതിൻ്റെ 1 ലിറ്ററും എന്ന് വിചാരിക്കാം. സപ്പോസ് 1 ലിറ്റർ മിക്സ് ചെയ്തു. ഇതിൻ്റെ മീനിങ് എന്താണ്? 10 raised to minus 3 മോളറിൻ്റെ മീനിങ് എന്താണ്? 10 raised to minus 3 moles in 1 liter അല്ലേ? അപ്പോൾ ബിഫോർ മിക്സിങ് അവൻ്റെ കോൺസെൻട്രേഷൻ 10 raised to minus 3 മോളാറാണ്. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സൊല്യൂഷൻ്റെ ടോട്ടൽ വോളിയം എന്തായി? 2 ലിറ്റർ ആയി. ഓക്കെ, അപ്പോൾ 1 ലിറ്ററിൽ 10 raised to minus 3 മോൾ ആണെങ്കിൽ 2 ലിറ്ററിൽ എത്രയായിരിക്കും? 10 raised to minus 3 divided by 2. ക്ലിയർ ആണല്ലോ? പറഞ്ഞ മനസ്സിലായോ? ബിഫോർ മിക്സിംഗ് ദ സൊല്യൂഷൻ ഹാസ് എ pH value 3. That is, the solution has a H+ ion concentration 10 raised to minus 3 molar. ആണല്ലോ? ഈ സൊല്യൂഷനെ നിങ്ങൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ വോളിയം 1 ലിറ്റർ അല്ല, വോളിയം എത്രയായി? 2 ലിറ്റർ ആയി. വോളിയം ഡബിൾ ആയി എന്നർത്ഥം. ഒരു സൊല്യൂഷന് നമ്മൾ വോളിയം ഡബിൾ ആക്കുമ്പോൾ ആ സൊല്യൂഷനിൻ്റെ കോൺസെൻട്രേഷൻ ഹാഫ് ആവും. അത് നമ്മൾ നോർമലി ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. വോളിയം ഡബിൾ ആയാൽ മൊളാരിറ്റി ഹാഫ് ആവും. അപ്പോൾ ഇവൻ്റെ മൊളാരിറ്റി എന്തായി? 10 raised to minus 3 by 2 ആഫ്റ്റർ മിക്സിംഗ്. ബിഫോർ മിക്സിംഗ് ഈ സൊല്യൂഷൻ്റെ pH വാല്യൂ എത്രയായിരുന്നു? 10 raised to minus 5. ഇതിൻ്റെയും വോളിയം ഇപ്പോൾ എത്രയായി? 10 raised to 2 liters ആയി. അപ്പോൾ അവിടെയും ആഫ്റ്റർ മിക്സിംഗ് വാട്ട് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് H+? 10 raised to minus 5 by 2. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ H+ എത്രയായിരിക്കും? 10 raised to minus 3 by 2 plus 10 raised to minus 5 by 2. ക്ലിയർ ആയോ? ഈക്വൽ വോളിയം ഓഫ് 2 സൊല്യൂഷൻസ് മിക്സ് ചെയ്താൽ, 2 സൊല്യൂഷൻസ് ഉണ്ട്, ഈക്വൽ വോളിയം മിക്സ് ചെയ്താൽ രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ ഹാഫ് ആവും. ദാറ്റ് ഈസ് വോളിയം ഡബിൾ ആവുമ്പോൾ കൊറസ്പോണ്ടിങ്ലി മൊളാരിറ്റി ഹാഫ് ആവും. ഇതാണ് കോൺസെപ്റ്റ്. അപ്പോൾ 10 raised to minus 3 മോളാർ ഉള്ളതും 10 raised to minus 5 മോളാർ ഉള്ളതും മിക്സ് ചെയ്താൽ ആഫ്റ്റർ മിക്സിംഗ് the concentration of H+ in the solution will be 10 raised to minus 3 plus 10 raised to minus 5 by 2 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ രണ്ടുപേരുടെ മിക്സറിനകത്തുള്ള H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടും. അതിന് നെഗറ്റീവ് ലോ കൊടുത്താൽ മതി. 10 raised to minus 3, 10 raised to minus 5 എങ്ങനെ നമ്മൾ ആഡ് ചെയ്യും? ഡിഫറെൻറ്റ് പവേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കോമൺ ഫാക്ടർ എടുക്കും. 10 raised to minus 5 ലീസ്റ്റ് നമ്പറാണ് കോമൺ ഫാക്ടർ ഞാൻ എടുക്കുന്നത്. അപ്പോൾ 10 raised to minus 3 10 raised to minus 5 10 raised to minus 5 കോമൺ ഫാക്ടർ എടുത്താൽ ഇവിടെ 100 ഉണ്ടാവും. 100 plus 1 101 by 2. ഇത് ഡിവൈഡ് ചെയ്യും. ഓക്കെ, 101 by 2 ഇറ്റ് ഈസ് 50.5. ഓക്കെ, ഞാനത് ഇങ്ങനെ എഴുതി 5.05 into 10 raised to minus 4. ഓക്കെ, ഇറ്റ് ഈസ് 5.05 into 10 raised to minus 4. ഇതാണ് കോൺസെൻട്രേഷൻ ഓഫ് H+. ഓക്കെ, അപ്പോൾ നമ്മൾ pH ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതി വരും? pH is equal to minus log 5 into 10 raised to minus 4. ഞാൻ ആ 0.5 അങ്ങ് കളഞ്ഞു. മൈനസ് log 5 into 10 raised to minus 4 അങ്ങനെ എഴുതാം? 4 minus log 5. log 5 0.7 ആണ്. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു 3.3. അപ്പോൾ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ ഇതും ചെയ്യാം. ദാറ്റ് ഈസ് ഒരു സൊല്യൂഷൻ ഹാവിങ് pH വാല്യൂ 1 ഈസ് മിക്സ്ഡ് വിത്ത് സൊല്യൂഷൻ ഹാവിങ് pH വാല്യൂ 3. രണ്ടുപേരുടെയും ഈക്വൽ വോളിയം മിക്സ് ചെയ്തു. pH വാല്യൂ 1 ഉള്ളതും pH വാല്യൂ 3 ഉള്ളതുമായ രണ്ട് സൊല്യൂഷൻസിന് ഈക്വൽ വോളിയംസ് മിക്സ് ചെയ്തു. വാട്ട് ഈസ് ദ pH ഓഫ് ദ സൊല്യൂഷൻ? സെയിം രീതി ചെയ്യുക. 10 raised to minus 1 10 raised to minus 3. അപ്പോൾ ആഫ്റ്റർ മിക്സിംഗ് 10 raised to minus 1 plus 10 raised to minus 3 by 2 രണ്ടുപേരുടെ മൊളാരിറ്റി ഹാഫായി ആഡ് ചെയ്യുക. H+ കാൽക്കുലേറ്റ് ചെയ്യുക, pH കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആസിഡ്സിൻ്റെ മിക്സറിൻ്റെ pH കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ദെൻ ബേസിൻ്റെ മിക്സർ നമ്മൾ കറസ്പോണ്ടിങ്ങിൽ കൂടെ തന്നെ പറഞ്ഞു തന്നുണ്ട്. ഇനി അടുത്ത ഒരു കാറ്റഗറി നമുക്ക് പഠിക്കാനുള്ളത് മിക്സർ ഓഫ് ആസിഡ് ആൻഡ് ബേസ്. മിക്സർ ഓഫ് ആസിഡ് ആൻഡ് ബേസ്. ഒരു ആസിഡിൻ്റെയും ബേസിൻ്റെയും മിക്സറിൻ്റെ pH നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും?
സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പോർഷനും കൂടെയാണ്. നോക്കിക്കോളൂ, NaOH HCl കൂടെ മിക്സ് ചെയ്തു. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡും HCl മിക്സ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? NaCl പ്ലസ് H2O. ഓക്കെ, സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മിക്സ്ചർ ഓഫ് ആസിഡ് ആൻഡ് ബേസ് ബോത്ത് ആർ സ്ട്രോങ്. വീക്കിൻ്റെ കാര്യം നമ്മൾ ഒരു സോൾട്ട് ഹൈഡ്രോളിസിസും ബഫർ സൊല്യൂഷനൊക്കെ പഠിക്കാനുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു സ്ട്രോങ്ങും വീക്കും മിക്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു പഠിക്കും. അപ്പോൾ തൽക്കാലം നമ്മൾ എന്താ പഠിക്കുന്നത് വെച്ചാൽ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ pH ഓഫ് എ മിക്സ്ചർ ഓഫ് എ സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. ആസിഡും സ്ട്രോങ് ആണ്, ബേസും സ്ട്രോങ് ആണ്. അപ്പോൾ രണ്ടുപേരും സ്ട്രോങ് ആണ് നമ്മളെടുത്ത് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ സൊല്യൂഷൻ്റെ pH നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ നോക്കിക്കോ, എടുത്ത NaOH ബേസ് നോർമാലിറ്റി NB അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ബേസിൻ്റെ നോർമാലിറ്റി NB VB, ദാറ്റ് ഈസ് നോർമാലിറ്റി ഓഫ് ബേസ് വോളിയം ഓഫ് ബേസ്. എടുത്ത ആസിഡിൻ്റെ നോർമാലിറ്റി NaVA എന്ന് എടുക്കുന്നുണ്ട്. പറയുന്നത് മനസ്സിലായല്ലോ. ഈ N1V1 ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നോർമാലിറ്റീൻ്റെ വോളിയം ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആ ആസിഡിൻ്റെയോ അല്ലെങ്കിൽ ബേസിൻ്റെയോ നമ്പർ ഓഫ് ഇക്വലൻസ്. നമുക്ക് നമ്പർ ഓഫ് മോളിൻ്റെ ടേമിലും പ്രോബ്ലം ചെയ്യാം, നമ്പർ ഓഫ് ഇക്വലൻസിൻ്റെ ടേമിലും പ്രോബ്ലം ചെയ്യാം. പക്ഷേ pHൻ്റെ കാര്യത്തിൽ ബെറ്റർ നിങ്ങൾ OHും H+ഉം നമ്പർ ഓഫ് ഇക്വലൻസിൻ്റെ ടേമിൽ ചെയ്യാം. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഏത് രണ്ട് സബ്സ്റ്റൻസ് റിയാക്ട് ചെയ്താലും, നമ്മളിപ്പോൾ അത് ന്യൂട്രലൈസേഷൻ ആയാലും ശരി, അല്ലെങ്കിൽ ഒരു രണ്ട് എലമെൻറ്റ്സ് റിയാക്ട് ചെയ്യുന്ന കാര്യമായാലും ശരി, വെനെവർ ടു സബ്സ്റ്റൻസ് റിയാക്ട് ദർ നമ്പർ ഓഫ് ഇക്വലൻസ് വിൽ ബി എക്സാക്ട്ലി ദ സെയിം. അപ്പോൾ റിയാക്ട് ചെയ്യുന്ന, അപ്പോൾ അവിടെ കംപ്ലീറ്റ് എടുത്ത റിയാക്ട് ചെയ്തു നോക്കുക, ഇത് എത്ര റിയാക്ട് ചെയ്യുന്നുണ്ടോ അത്രയും നമ്പർ ഓഫ് ഇക്വലൻസ് തന്നെ ഇതും റിയാക്ട് ചെയ്യും. ദർ ഇസ് എ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ദ ടു സബ്സ്റ്റൻസസ് റിയാക്ട് വിൽ ബി ദ സെയിം തിങ്. ഈ നമ്മൾ എടുക്കുന്ന ബേസ്, ഇതെടുത്ത ആസിഡ്, ഇപ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, മനസ്സിലാക്കണേ, രണ്ടും ആസിഡും സ്ട്രോങ് ആണ്, ബേസും സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെടുത്ത ആസിഡിൻ്റെയും ബേസിൻ്റെയും വോളിയം ഉണ്ട്, നോർമാലിറ്റി ഉണ്ട്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യനിൽ മൊളാരിറ്റി ആണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ബെറ്റർ തന്നെ നോർമാലിറ്റിയോട് കൺവേർട്ട് ചെയ്ത് ചെയ്യാൻ നോക്കുക. ഓക്കെ, മൊളാരിറ്റിയുടെ ടൈമിലാണ് നിങ്ങൾ പ്രോബ്ലം ചെയ്യണമെങ്കിൽ മൊളാരിറ്റീൻ്റെ വോളിയം ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾ കിട്ടും. ഓക്കെ, ആസിഡിൻ്റെയും ബേസിൻ്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടും. നമ്പർ ഓഫ് മോൾസിനെ ബേസ് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്യണമെങ്കിൽ സ്റ്റോഷിയോമെട്രി നോക്കി രണ്ടുപേരുടെയും നമ്പർ ഓഫ് മോൾസ് കമ്പയർ ചെയ്ത് ആസിഡും ബേസും കൂടെ അങ്ങനെ ഒത്തിരി കുറച്ച് എന്താണ് പ്രോബ്ലം ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് എന്നല്ല, സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ H+ൻ്റെയും OH- ഒക്കെ കോൺസെൻട്രേഷൻ മാറിപ്പോകും. ഓക്കെ, ബെറ്റർ വി ക്യാൻ ഡു ദ പ്രോബ്ലം ഓൺ ദ ബേസിസ് ഓഫ് നോർമാലിറ്റി. രണ്ടുപേരുടെയും മൊളാരിറ്റിയാണ് തന്നിട്ടുള്ളതെങ്കിലും മൊളാരിറ്റിനെ നമ്മൾ എന്താ ചെയ്യുക? നോർമാലിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോർമാലിറ്റി, അപ്പോൾ അത് ഇക്വേഷൻ ബാലൻസ് ചെയ്യണമെന്ന് തന്നെ ഇല്ല. ഇപ്പോൾ എക്സും വൈയും റിയാക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഈ എടുക്കുന്ന എക്സിൻ്റെയും വൈൻ്റെയും നോർമാലിറ്റിയും വോളിയം അറിയാമെങ്കിൽ രണ്ടുപേരുടെയും നമ്പർ ഓഫ് ഇക്വലൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ NaOHും HCl റിയാക്ട് ചെയ്യുന്നത്. ആ റിയാക്ട് ചെയ്യുന്ന NaOHൻ്റെ നോർമാലിറ്റി ഉണ്ട്, വോളിയം ഉണ്ട്. ആസിഡിൻ്റെ നോർമാലിറ്റി ഉണ്ട്, വോളിയം ഉണ്ട്. ഈ സിറ്റുവേഷനിൽ മൊളാരിറ്റിയും നോർമാലിറ്റിയും സെയിം തന്നെയാണ്. കാരണം NaOHൻ്റെ അസിഡിറ്റി 1 ആണ്, HClൻ്റെ ബേസിസിറ്റി 1 ആണ്. അപ്പോൾ നമ്മൾ NB, ദാറ്റ് ഈസ് നോർമാലിറ്റി എടുത്താലും ശരി, മൊളാരിറ്റി എടുത്താലും ശരി, പ്രശ്നമില്ല. സാധാരണ രീതിയിൽ നമുക്ക് നോർമാലിറ്റി എടുത്ത കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് ഓപ്ഷൻ, ഇതിനൊരു 3 കണ്ടീഷൻസ് ഉണ്ട്. ഒരു 3 രീതിയിൽ പ്രോബ്ലം ചോദിക്കാം. ഒന്ന്, ഇഫ് NaVA ഈസ് ഗ്രേറ്റർ ദാൻ NbVB. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓർക്കണേ, നോർമാലിറ്റി ഇൻറ്റു വോളിയം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വലൻസ്. ഓക്കെ, ഒരു സബ്സ്റ്റൻസിൻ്റെ നോർമാലിറ്റിയും അതിൻ്റെ വോളിയം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആ സബ്സ്റ്റൻസിൻ്റെ നമ്പർ ഓഫ് ഇക്വലൻസ് ആണ് കിട്ടുക. വോളിയം ഷുഡ് ബി ഇൻ ലിറ്റേഴ്സ്, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നോർമാലിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റേഴ്സ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഇക്വലൻസ് കിട്ടും. അപ്പോൾ NaVA ഗ്രേറ്റർ ദാൻ NbVB എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ആസിഡ് ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ബേസ്. ഓക്കെ, ആസിഡ് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ. ഫസ്റ്റ് കേസ് നമുക്കിങ്ങനെ പറയാം, ആസിഡ് എക്സസ് ആണ്. എടുത്ത ആസിഡ് എക്സസ് ആണ്. ഇപ്പം നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് നോർമാലിറ്റിൻ്റെയും വോളിയത്തിൻ്റെയും ടേംസിലാണെന്ന് പറഞ്ഞു.
അപ്പോൾ ആസിഡ് എക്സസ് ആണെന്ന് പറഞ്ഞാൽ ആസിഡിൻ്റെ നമ്പർ ഓഫ് ഇക്വലൻസ് കൂടുതലും, ആസിഡിൻ്റെ നമ്പർ ഓഫ് ഇക്വലൻസ് കൂടുതലും ബേസിൻ്റെ നമ്പർ ഓഫ് ഇക്വലൻസ് കുറവും. ഓക്കെ, അപ്പോൾ ഞാനെടുത്ത ഇതിപ്പോൾ ഒരു 0.2 ഇത് 0.1 ആണെന്ന് വിചാരിക്കും. ഇവിടെ 0.2 ഇവിടെ 0.1. ഇവിടുത്തെ നമ്പർ ഓഫ് ഇക്വലൻസ് 0.1 ആണെങ്കിൽ ഇവിടെ എത്ര റിയാക്ട് ചെയ്യും? 0.1. മനസ്സിലാണ്ടോ? ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞൊരു പോയിൻ്റാണ്, രണ്ട് സബ്സ്റ്റൻസസ് കംപ്ലീറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ രണ്ടുപേരുടെ നമ്പർ ഓഫ് ഇക്വലൻസ് സെയിം ആയിരിക്കും. ഓക്കെ, ഇത് 0.2ഉം ഇത് 0.1 എടുത്താൽ മനസ്സിലാണ്ടോ? നമ്മൾ എക്സസ് അല്ല, 0.2 ഇത് 0.1 എടുത്താൽ ഇതിൻ്റെ 0.1 ഇതിൻ്റെ 0.1 അല്ലേ റിയാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ 0.1 മോൾ അല്ലെ 0.1 ഇക്വലൻറ്റ് ബേസ് ബാക്കി വരും. ഇങ്ങനെ എടുത്തു വിചാരിക്കും, ഇത് 0.2 ഇതിന് 0.2, ദാറ്റ് ഈസ് രണ്ടുപേരുടെ നമ്പർ ഓഫ് ഇക്വലൻസ് സെയിം ആണ്. നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ബേസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ആസിഡ്. അങ്ങനെ വരാം. മൂന്നാമത്തെ സിറ്റുവേഷൻ ഇങ്ങനെ വരാം, നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ബേസ് 0.1ഉം ഇത്. ഓക്കെ, നിങ്ങൾ എങ്ങനെ എടുത്താലും ഇതിപ്പോൾ ഞാൻ 0.1 മോളാർ NaOH അല്ലെ 0.1 ഇക്വലൻ്റ് NaOHും 0.2 ഇക്വലൻ്റ് ആസിഡും എടുത്തു. പക്ഷേ റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയായിരിക്കും? ഇവിടെ ലിമിറ്റിംഗ് റിയാക്ടൻ്റ് ഇതാവും അല്ലേ? ഇതിൻ്റെ 0.1 ഇക്വലൻറ്റും ഇതിൻ്റെ 0.2 ഇക്വലൻറ്റും ഉണ്ടെങ്കിൽ ഇതിൻ്റെ 0.1 ഇക്വലൻറ്റ് ഇതിൻ്റെ 0.1 ഇക്വലൻറ്റുമായിട്ടല്ലേ റിയാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതല്ലേ ലിമിറ്റിംഗ് റിയാക്ടൻറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ 0.1ഉം ഇതിൻ്റെ 0.1ഉം റിയാക്ട് ചെയ്ത് 0.1 കിട്ടും. അപ്പോൾ 0.1 ഇക്വലൻറ്റ് HCl റിയാക്ട് ചെയ്യാതെ ബാക്കി ഉണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. കോൺസെപ്റ്റ് ശരിക്കും മനസ്സിലായല്ലോ അല്ലേ? എടുക്കുന്ന ആസിഡിൻ്റെ ബേസിൻ്റെയും നമ്പർ ഓഫ് ഇക്വലൻസിൻ്റെ ടേമിൽ നമ്മൾ പ്രോബ്ലം ചെയ്തു. ബേസിൻ്റെ നമ്പർ ഓഫ് ഇക്വലൻസ്, ആസിഡിൻ്റെ നമ്പർ ഓഫ് ഇക്വലൻസ്. ഫസ്റ്റ് കണ്ടീഷൻ, ഓക്കെ, നമ്പർ 1, NaVA is greater than NbVb. ആസിഡിൻ്റെ നമ്പർ ഓഫ് ഇക്വലൻസ് ബേസിൻ്റെ നമ്പർ ഓഫ് ഇക്വലൻസിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ പറയും ആസിഡ് എക്സസ് ആണ് അല്ലേ? അപ്പോൾ NaV ഇതുപോലെ തന്നെയാണ്. നോക്കിക്കോ, 0.2 ഇക്വലൻ്റ് ആസിഡും 0.2 ഇക്വലൻ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡും 0.1 ഇക്വലൻ്റ് ബേസും ഉണ്ടെങ്കിൽ എത്ര ആസിഡ് റിയാക്ട് ചെയ്യും? 0.1 ബാക്കി വരില്ലേ? മനസ്സിലായോ? അപ്പോൾ ഇവിടെ എത്ര ആസിഡ് ബാക്കി വരും? കോൺസെൻട്രേഷൻ ഓഫ് H+ ലെഫ്റ്റ്. എത്ര ആസിഡ് ബാക്കി വരും? 0.1. ഓക്കെ, അപ്പോൾ ആസിഡിൻ്റെ നമ്പർ ഓഫ് ഇക്വലൻസ് നിന്ന് ബേസിൻ്റെ നമ്പർ ഓഫ് ഇക്വലൻസ് സബ്ട്രാക്ട് ചെയ്യുക. ഈ എണ്ണ എന്ത് വരുന്നു? എടുത്ത ആസിഡിൻ്റെ നോർമാലിറ്റി. VAO എടുത്ത ആസിഡിൻ്റെ വോളിയം. അത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എടുത്ത ഞാൻ ആ റിയാക്ഷനിൽ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുത്ത ആസിഡിൻ്റെ നമ്പർ ഓഫ് ഇക്വലൻസ് ആയി. ഓക്കെ, ദെൻ അപ്പോൾ അത് എക്സസ് ആണെന്ന് മനസ്സിലായി ആണല്ലോ. ഇനി ബേസിൻ്റെ നമ്പർ ഓഫ് ഇക്വലൻസ് കിട്ടി. അപ്പോൾ എക്സസ് വരുന്ന ആസിഡ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? NaVA മൈനസ് NvBV. ഓക്കെ, അപ്പോൾ നോർമാലിറ്റി ഓഫ് ആസിഡ് ഇൻറ്റു വോളിയം ഓഫ് ആസിഡ് മൈനസ് നോർമാലിറ്റി ഓഫ് ബേസ് ഇൻറ്റു വോളിയം ഓഫ് ബേസ് ഡിവൈഡഡ് ബൈ. ഇപ്പോൾ ഇതിപ്പോൾ നമ്പർ ഓഫ് ഇക്വലൻസ് ആയി. ഇത് നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ദി ആസിഡ് ലെഫ്റ്റ്. ഓക്കെ, ബൈ വേണ്ടത് കോൺസെൻട്രേഷൻ അല്ലേ? അപ്പോൾ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ 250 ml ഇതിൻ്റെ 250 ml ആണ് നിങ്ങൾ ആഡ് ചെയ്തേക്കണമെങ്കിൽ വോളിയം ഓഫ് ആസിഡ് പ്ലസ് വോളിയം ഓഫ് ബേസ്. മനസ്സിലായോ? രണ്ട് പേര് നമ്മൾ റിയാക്ട് ചെയ്തു, ഒരു സ്ട്രോങ് ആസിഡും ഒരു സ്ട്രോങ് ബേസും. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ, ആസിഡ് എടുത്തത് കൂടുതലാണ്. ഇഫ് എക്സസ് ഓഫ് ആസിഡ് ഈസ് ട്രീറ്റഡ് വിത്ത് എ സ്ട്രോങ് ബേസ്, അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ, എക്സസ് വരുന്ന ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ NaVA ഇതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ NaVA മൈനസ് NvBV ഡിവൈഡഡ് ബൈ V1 BA പ്ലസ് VB. ഇത് ബാക്കി വരുന്ന H+ൻ്റെ കോൺസെൻട്രേഷൻ. ഇതിൻ്റെ നെഗറ്റീവ് ലോഗ് എടുത്താൽ pH ആയി. അപ്പോൾ ഫസ്റ്റ് കേസ് ഇഫ് ആസിഡ് ഈസ് ടേക്കൺ ഇൻ എക്സസ്. ഓക്കെ, രണ്ടാമത്തെ കേസ് നോക്കിക്കോ,
ബേസ് എക്സസ് ആണെന്ന് വിചാരിക്കും. എടുത്ത ബേസ് എക്സസ് ആണെങ്കിൽ ഇപ്പോൾ NaOH HCl ഇത് 0.2 ഇത് 0.1 ആണെങ്കിൽ ബാക്കി വരുന്ന NaOH ആയിരിക്കില്ലേ അല്ലേ? അപ്പോൾ ബാക്കി വന്ന ബേസിൻ്റെ നമ്പർ ഓഫ് ഇക്വലൻസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? NVBB മൈനസ് NaVa. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായല്ലോ. NaOH ലെഫ്റ്റ് ഈക്വൽ ടു 0.2 മൈനസ് 0.1. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ഇക്വലൻസ് ആണ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ബേസ് ആണ് ബാക്കി വരിക. ദാറ്റ് ഈസ് അവിടെ നിന്ന് കിട്ടുന്ന OH മൈനസ് എന്ന് പറഞ്ഞാൽ NVVB മൈനസ് NaVa ഡിവൈഡഡ് ബൈ VA പ്ലസ് VB. ബേസ് എക്സസ് ആണെങ്കിൽ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. ദാറ്റ് ഈസ് എക്സസ് എടുത്ത ബേസിൽ നിന്ന് എടുത്ത ആസിഡിൻ്റെ നമ്പർ ഓഫ് ഇക്വലൻസ് സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ബാക്കി വന്ന ബേസിൻ്റെ നമ്പർ ഓഫ് ഇക്വലൻസ് കിട്ടും. ആ ബേസിൻ്റെ നമ്പർ ഓഫ് ഇക്വലൻസ് തന്നെയായിരിക്കും OHൻ്റെ നമ്പർ ഓഫ് ഇക്വലൻസ്. ആ ടോട്ടൽ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ നിന്ന് POH കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് വേണ്ടത് pH ആണ്. അപ്പോൾ 14 മൈനസ് POH. ഓക്കെ, മൂന്നാമത്തെ സിറ്റുവേഷൻ രണ്ടുപേരുടെയും ഇക്വലൻസ് സെയിം ആണ്. നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ആസിഡ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ബേസ്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം NaVa ഇസ് ഈക്വൽ ടു NbVb. അത് എക്സാക്ട്ലി എടുത്ത ആസിഡ്. അപ്പോൾ ഇത് 0.1 ഇത് 0.1 എടുത്തും വിചാരിക്കുക. രണ്ടുപേരുടെ നമ്പർ ഓഫ് ഇക്വലൻസ് സെയിം ആണ്. ഗിവ്സ് NaCl പ്ലസ് H2O. ക്ലിയർ? അപ്പോൾ 0.1 മോൾ ഓഫ് ആസിഡ് ബേസ് കൊടുത്തിട്ടുണ്ടെന്ന് 0.1 ഇക്വലൻ്റ് ഓഫ് ആസിഡ് കൊടുത്തു. രണ്ടുപേരും കംപ്ലീറ്റ് റിയാക്ട് ചെയ്ത് പോകില്ലേ? അപ്പോൾ അവിടെ ആസിഡും എക്സസ് വരില്ല, ബേസും എക്സസ് വരില്ല. നമുക്ക് പറയാം ദ സൊല്യൂഷൻ ഹാസ് pH വാല്യൂ 7 ആൻഡ് ഇറ്റ് ഈസ് ന്യൂട്രൽ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആസിഡിൻ്റെയും ബേസിൻ്റെയും മിക്സറിൻ്റെ pH കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അത് രണ്ടും സ്ട്രോങ് ആണ്. ഒരു സ്ട്രോങ് ആസിഡിൻ്റെയും സ്ട്രോങ് ബേസിൻ്റെയും സ്ട്രോങ് ആസിഡിൻ്റെയും സ്ട്രോങ് ബേസിൻ്റെയും മിക്സറിൻ്റെ pH. അതിൽ 3 സിറ്റുവേഷൻസ് ഉണ്ട്. ആസിഡ് എക്സസ് ആവാം, ബേസ് എക്സസ് ആവാം, ആസിഡിൻ്റെയും ബേസിൻ്റെയും നമ്പർ ഓഫ് ഇക്വലൻസ് സെയിം ആവാം. എടുത്ത ആസിഡിൻ്റെയും ബേസിൻ്റെയും നമ്പർ ഓഫ് ഇക്വലൻസ് സെയിം ആണെങ്കിൽ സൊല്യൂഷൻ ഹാസ് എ pH വാല്യൂ 7 ആൻഡ് ദ സൊല്യൂഷൻ വിൽ ബി ന്യൂട്രൽ. ഓക്കെ, ഇനി ബേസ് എക്സസ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ എക്സസ് വരുന്ന ബേസ് OHൻ്റെ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് number of equivalents of base minus number of equivalents of acid by total volume. That will give you the concentration of OH minus left in the solution. അവിടെ നിന്ന് pH കാൽക്കുലേറ്റ് ചെയ്യുക, POH കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ആസിഡ് ആണ് എക്സസ് വരണമെങ്കിൽ, ദാറ്റ് ഇസ് നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ആസിഡ് കൂടുതലാണെങ്കിൽ H+ കിട്ടും. അവിടെ തിരിച്ചെടുക്കുക. നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ആസിഡ് മൈനസ് നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ബേസ് ഡിവൈഡഡ് ബൈ വോളിയം. ഓക്കെ, അപ്പോൾ ഇനി pH എന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഒരു സൊല്യൂഷൻ്റെ pH വാല്യൂ 3 ആണെന്ന് വിചാരിക്കുക. ഈ സൊല്യൂഷൻ നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്തു, 10 ടൈംസ് ഡൈല്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ 100 ടൈംസ് ഡൈല്യൂട്ട് ചെയ്തു എന്ന് പറയാം. എ സൊല്യൂഷൻ ഹാവിംഗ് pH വാല്യൂ 3 ഈസ് ഡൈല്യൂട്ടഡ് 10 ടൈംസ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ pH എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഒരു സൊല്യൂഷൻ്റെ pH വാല്യൂ 3 ആണെങ്കിൽ നമുക്ക് എഴുതാം കോൺസെൻട്രേഷൻ ഓഫ് H+ ഇസ് ഈക്വൽ ടു 10⁻³ മോളാർ അല്ലേ? സൊല്യൂഷനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? കോൺസെൻട്രേഷൻ കുറയും. 10 ടൈംസ് ഡൈല്യൂട്ട് ചെയ്തെന്ന് വെച്ചാൽ 10 ടൈംസ് വോളിയം കൂട്ടിയെന്നാണ്. അതായത് അത് ഇങ്ങനെയും ചോദിക്കാമേ, എ സൊല്യൂഷൻ ഹാവിംഗ് pH വാല്യൂ 3 ഈസ് ഡൈല്യൂട്ടഡ് ഫ്രം 1 ലിറ്റർ ടു 10 ലിറ്റർ. 1 ലിറ്റർ എടുത്തു, ആ 1 ലിറ്റർ സൊല്യൂഷൻ ഞാൻ എന്താക്കി? 10 ലിറ്റർ ആക്കി. അപ്പോൾ ഞാൻ 10 ടൈംസ് ഡൈല്യൂട്ട് ചെയ്തു, വോളിയം 10 ടൈംസ് ആക്കി. 1 ലിറ്റർ എടുത്ത് നമ്മൾ 100 ലിറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്തെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് 99 ലിറ്റർ വാട്ടർ കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എത്രയായി? 100 ലിറ്റേഴ്സ്. നമ്മൾ പറയും 100 ടൈംസ് ഡൈല്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് 10 ടൈംസ് ഡൈല്യൂഷൻ, ഇത് 100 ടൈംസ് ഡൈല്യൂഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? വോളിയം എത്ര? കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം എന്നാണ്. കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. വോളിയം എത്ര ടൈംസ് കൂടുന്നുണ്ടോ അത്രയും ടൈംസ് കോൺസെൻട്രേഷൻ കുറയും. അപ്പോൾ 10 ടൈംസ് ഡൈല്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ എന്തായി? ഡൈല്യൂഷൻ്റെ റെസിപ്രോക്കലാണ് കോൺസെൻട്രേഷൻ. ഓക്കെ, 10 ടൈംസ് ഡൈല്യൂട്ട് ചെയ്താൽ കോൺസെൻട്രേഷൻ 1/10 ടൈംസ് ആവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ കോൺസെൻട്രേഷൻ എത്രയായിരുന്നു? 10⁻³ ആഫ്റ്റർ 10 ടൈംസ് ഡൈല്യൂഷൻ concentration of H+ in the new solution will be
10 raised to minus 3 by 10. That is equal to 10 raised to minus 4. Okay, pH is equal to minus log 10 raised to minus 4. That will be 4. Okay, 100 times dilute ചെയ്തു വിചാരിക്കും. സെയിം ക്വസ്റ്റ്യൻ, പി എച്ച് വാല്യൂ 3, അതിന് 100 ടൈംസ് ഡൈലൂട്ട് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ 1 ലിറ്ററിന് 100 ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ പി എച്ച് എന്താവും? 100 ടൈംസ് ഡൈലൂട്ട് ചെയ്താൽ കോൺസെൻട്രേഷൻ 1/100 ടൈംസ് ആവും. അപ്പോൾ ന്യൂ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് is equal to 10 raised to minus 3 divided by 100. That is equal to 10 raised to minus 5. And pH എത്രയായി? 5. മനസ്സിലാക്കുക, 10 ടൈംസ് ഡൈലൂട്ട് ചെയ്താൽ പി എച്ച് വാല്യൂ ഒന്ന് കൂടും. ഒരു സൊല്യൂഷൻ, ഒരു ആസിഡ് നമ്മൾ ഡൈലൂട്ട് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് കുറയാണ്. കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് കുറയുന്നതനുസരിച്ച് പി എച്ച് വാല്യൂ കൂടും. ബിക്കോസ് പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് H പ്ലസ് എന്നാണ്. ഓക്കെ, അപ്പോൾ H പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് പി എച്ച് വാല്യൂ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ H പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നതനുസരിച്ച് പി എച്ച് വാല്യൂ കൂടണം. ഡൈലൂട്ട് ചെയ്യുന്നതനുസരിച്ച് H പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കുറയും, അതുകൊണ്ട് പി എച്ച് വാല്യൂ കൂടും. അപ്പോൾ 10 ടൈംസ് ഡൈലൂട്ട് ചെയ്താൽ പി എച്ച് വാല്യൂ 1 ഇൻക്രീസ് ചെയ്യും. 100 ടൈംസ് ഡൈലൂട്ട് ചെയ്താൽ പി എച്ച് വാല്യൂ 2 ഇൻക്രീസ് ചെയ്യും. 3 ആണെങ്കിൽ 5 ആവും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു സൊല്യൂഷന് ഡൈലൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പി എച്ച് വാല്യൂ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പി എച്ചിനെ കുറിച്ചാണ്. ആസിഡ്, ബേസ്, ഒരു മിക്സ്ചർ ഓഫ് കോമ്പൗണ്ട്സ്, ഇതിൻ്റെയൊക്കെ പി എച്ച് വാല്യൂ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്മൾ തിയറിറ്റിക്കലി ആണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ അതിൻ്റെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കോമ്പറ്റീവ് ഡിസ്കഷനിൽ പഠിക്കും, എങ്ങനെ പി എച്ച് കാൽക്കുലേറ്റ് ചെയ്യും, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്കിത് ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.